നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2024 ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾക്കപ്പുറം പുതുവർഷമാണ്. പുതുവർഷത്തെ വരവേൽക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി ദ്വീപിൽ വൈകിട്ട് 3:30 പുതുവർഷം പിറക്കുക. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങളാണ്. ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കില്ലെങ്കിലും വെളി ഗ്രൗണ്ട് ആഘോഷത്തിന് സജ്ജമാണ്. 1000 പോലീസുകാരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട്. നവമിയിലേക്ക് ഒരിക്കൽ കൂടി പോവാം. നവമി, ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. നല്ലൊരു വർഷമാകട്ടെ നവമിക്ക്. ഇപ്പോൾ ഇത്തവണ അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല. അതേസമയം വെളി ഗ്രൗണ്ടില് ഗാലാഡിയുടെ പാപ്പാഞ്ഞി ഉണ്ട്. എന്താണ് കൊച്ചിയിലെ പുതുവർഷ വിശേഷങ്ങൾ? അശ്വതി, ഹാപ്പി ന്യൂ ഇയർ. കൊച്ചിക്കാരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം അത്രയേറെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസമാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഇത്ര മനോഹരമായി ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരിടം ഫോർട്ട് കൊച്ചി അല്ലാതെ മറ്റൊന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അത്രയേറെ മനോഹരമായിട്ടുള്ള രാവായിരിക്കും ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് പേരായിരിക്കും ഇന്ന് ആ ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തുന്നത്. വലിയ ആഘോഷം തന്നെയാണ് ഇത്തവണയും അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇത്തവണത്തെ പാപ്പാഞ്ഞി കോടതി കയറിയതാണ്. വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും ഒക്കെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നിലനിൽക്കുകയും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം രണ്ടിടത്തും പാപ്പാഞ്ഞിയെ കത്തിക്കട്ടെ എന്നുള്ള ഒരു വിശാലമായ ഉത്തരവൊക്കെ കിട്ടിയതായിരുന്നു. എന്തായാലും പക്ഷേ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷ പരിപാടികളൊക്കെ അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. 2-ം തീയതി മാത്രമേ അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ വെളി ഗ്രൗണ്ടിൽ ഇത്തവണ ആ സൂപ്പർ പാപ്പാഞ്ഞിയെ കത്തിക്കും. രാത്രി 12 മണിയോടുകൂടി തന്നെ ഈ 2024 നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ ആളുകളും ജനങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ്. 2025 അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കാം. ഇപ്പൊ നമുക്ക് കുറച്ച് ചേച്ചിമാർ ഇവിടെ കൂടിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള സംഭാഷണത്തിലാണെന്ന് മനസ്സിലായി. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ന്യൂ ഇയറിന്റെ പ്ലാനിങ് ആണോ? ഇല്ല, ഞങ്ങള് പഴയ കാര്യങ്ങൾ പറഞ്ഞു. ന്യൂ ഇയർ ഒക്കെ എങ്ങനെയാ ആഘോഷിക്കുന്നത്? ന്യൂ ഇയർ എപ്പോഴും എവിടെയെങ്കിലൊക്കെ പോകും. റിസോർട്ടില് കടമക്കൂടി പോവാന്ന് ഞങ്ങൾക്ക് കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്യാങ്ങായിട്ട് പോകും. ഇപ്രാവശ്യം ആണോ? ഗേൾസ് അല്ല, ഒരു ഫാമിലിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു പേര് മാറിയത് കാരണം പോവാൻ പറ്റില്ല. അതാണ് എന്റെ വിഷമത്തില്ല. അപ്പൊ ഇത്തവണത്തെ ന്യൂ ഇയർ വീട്ടിൽ തന്നെ? ഞാനൊക്കെ വീട്ടിൽ തന്നെ ആഘോഷിക്കും. അതായത് ഞങ്ങള് ആ കാണുന്ന ആ പുഴക്കരയിലെ വീട്. അപ്പൊ അവിടെ തന്നെ കുറെ കൂട്ടുകാരുണ്ട്. എല്ലാവരും കൂടി നേരം വിളിക്കുന്നവരെ അടിച്ചു പൊളിച്ച് പാട്ട്, ഡാൻസ്. അവിടെ ഭയങ്കര ആഘോഷം. ഫോർട്ട് കൊച്ചിയിൽ പോവാറില്ല? ഫോർട്ട് കൊച്ചിയിൽ ഇതുവരെ പോയിട്ടില്ല. പേടിയായിട്ടാണ്. അത്ര സമാധാനത്തിൽ വീട്ടിലിരുന്ന് ഭയങ്കര രസമാണ്. പാട്ടൊക്കെ ഞങ്ങൾ സിസ്റ്ററൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടി. ഫ്രണ്ടിൽ എപ്പോഴും പാട്ട് പാടുന്ന ആള്. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയാലോ? ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ന്യൂ ഇയർ ആയിട്ട് ഏത് പാട്ട് പാടും? ഒരു പാട്ട് ഇഷ്ടമുള്ളൊരു പാട്ട്. അയ്യോ, പെട്ടെന്ന് പറയുമ്പോ പ്രേക്ഷകരുടെ അടുത്ത വർഷം അടിപൊളിയായിരിക്കും. ആണോ? വാൻമേഘം പൂപ്പൂവായി തൂവും ദേഹമെന്നവാകും ഇൻപமாக നോകും മഴത്തുള്ളി തെറിത്തത് எனக்குள்ளே குளித்தது நினைத்தது பலித்தது குடை கம்பி துளிர்த்தது வானம் முத்துக்கள் சிந்தி வாழ்க வென்றது வாழ்க என்றது மேகம் வந்தது பூக்கள் சிந்தது ஆளுமில்லை சேர்த்தெடுத்த நூலுமில்லை கோர்த்தெடுக்கவான் மேகம் பூப்பூவாய் தூவும் தேகம் என்னவாகும் ഇൻപமாக നോക്കും. ഹാപ്പി ന്യൂ ഇയർ. അടിപൊളി അശ്വതി, അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ വർഷം 2025 സൂപ്പർ ആവുമെന്ന് തന്നെ തോന്നുന്നു. ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. ചേച്ചി എന്താ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? നാണാണോ? ക്യാമറ കണ്ടതിന്റെ നാണാണോ? പറ, 2025 എന്താ പ്ലാൻ? 2025 ഒന്നും ഒരു പ്ലാനും ഇല്ല അല്ലേ? എന്തായാലും ചേച്ചിമാര് പൊളിയാട്ടോ. അവരൊക്കെ ന്യൂ ഇയർ ഒക്കെ വീട്ടില് കുടുംബത്തോടൊപ്പം വലിയ രീതിയിൽ ആഘോഷിക്കാനൊക്കെ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ അതേ നമ്മളിവിടെ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്ത് തളർന്നു വന്നിരിക്കുന്ന 2 പേരുണ്ട്. നമ്മൾ അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് 2025 ആയിട്ടുള്ള പ്ലാൻ? 2025 പ്രത്യേക പ്ലാനുകളൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശമുണ്ട്. ഈ പരിസരം മുഴുവൻ കണ്ടോ? എന്ത് ഡേറ്റി ആയിട്ട് കിടക്കണം?
ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാ ആൾക്കാരെയും ബോധവാന്മാരാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു അനാവശ്യം വേസ്റ്റ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയോ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ഇടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഈ വെൻഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ് നിർദ്ദേശം. അതാണ് 2024 എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടങ്ങളുടെ വർഷമായിരുന്നു. അമ്മിച്ച് മരിച്ചു, പെങ്ങൾ മരിച്ചു, അങ്ങനെ. അപ്പോൾ 2025 നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എന്നാലും അശ്വതി ചേട്ടൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പരിസരം കൊച്ചി മറൈൻ ഡ്രൈവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ക്യൂൻസ് വാക്ക് വേയിൽ. അവിടെ ഈ വേസ്റ്റുകൾ നോക്കിയേ എന്തോരം പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇവിടെ കാണാൻ വരുന്നവരൊക്കെ കൊണ്ടിടുന്നത്. അതൊക്കെ ഭയങ്കര മോശമാണ്. നമ്മുടെ നാടാണ്, നമ്മുടെ ആളുകളൊക്കെ ഫോറിനേഴ്സൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഇടമാണ്. അവിടെയൊക്കെ ഇത്ര വൃത്തികേടായിട്ട് കിടക്കുന്നത് നമുക്ക് തന്നെയാണ് നാണക്കേട്. എന്തായാലും ഇനിയുള്ള ആളുകളൊക്കെ അത് ശ്രദ്ധിക്കട്ടെ, ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കട്ടെ എന്ന് നമുക്കും കരുതാം. എന്തായാലും ഫോർട്ട് കൊച്ചി ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവസാന ഘട്ടത്തിലാണ്. പാപ്പാഞ്ഞിയൊക്കെ റെഡിയാണ്. നമുക്കറിയാം പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി ഇല്ലാത്തതുകൊണ്ട് വെളി ഗ്രൗണ്ടിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. നമുക്കവിടെ കുറച്ച് പേര് അവിടെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് തന്നെ ചോദിക്കാം. അതിനിടയിൽ ഞാനൊരു കാര്യം അശ്വതിനോട് ചോദിക്കട്ടെ. അശ്വതിയുടെ ന്യൂ ഇയർ പ്ലാൻ എന്താണ്? റെസല്യൂഷൻ എന്താ? റെസല്യൂഷൻ ഇത് ഞാൻ അങ്ങോട്ട് നവമിയോട് ചോദിക്കാനിരുന്ന ചോദ്യം എന്നോട് നേരത്തെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡാനെ നമുക്ക് സ്ക്രീനിൽ കാണാം. ഡാനും ന്യൂ ഇയർ വിശേഷങ്ങൾ, തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഉടനെ തന്നെ നമ്മൾക്കൊപ്പം ചേരും. നവമി, പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും റെസൊല്യൂഷൻ എടുത്താൽ തീരുമാനിച്ചത് നടപ്പിലാക്കണമല്ലോ. ഇതുവരെ അങ്ങനെ എടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത്തവണ പുതിയ റെസൊല്യൂഷൻ ഒന്നും ആലോചിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകണം എന്നേ ഉള്ളൂ. അപ്പം നവമി അവരിലേക്ക് പൊക്കോളൂ. എന്തായാലും ഗംഭീര ഒരു പാട്ട് കിട്ടി. അതുപോലെ അവിടുത്തെ എല്ലാ ചേട്ടന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. നമുക്ക് അവരിലേക്ക് കൂടി പോവാം. അതെ, തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. നമ്മളൊരു ഒരു റെസൊല്യൂഷൻ എടുത്താൽ അത് പൂർത്തിയാക്കണമല്ലോ. ആദ്യത്തെ ഒരു മാസം നമുക്ക് അതിൽ ഭയങ്കര ആവേശമായിരിക്കും. പിന്നെ നമ്മുടെ ആ ഒരു മടിയൊക്കെ കയറി വന്നിട്ട് പലപ്പോഴും റെസൊല്യൂഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. നമുക്കിതേ ഒരു ചേട്ടൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. ചേട്ടാ, ന്യൂ ഇയർ ആയിട്ട് എന്താ പ്ലാൻ? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എന്നുള്ള പോലെ തന്നെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇതുവരെ സത്യസന്ധമായ ജീവിതം നയിച്ചത്, ഇനിയും അങ്ങോട്ട് അത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. 2024 എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വലിയ നമ്മൾ കൂടുതൽ ആഗ്രഹങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന എത്രത്തോളം സാമ്പത്തികമുണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു രീതിയാണ് ഇതുവരെ അവലംബിച്ചിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള കാര്യം അങ്ങനെ തന്നെ നടക്കണം. ഈശ്വരൻ അതിനുള്ള ഇത് തരും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും വെച്ച് നോക്കുമ്പോഴത്തേക്കും 2024 ധാരാളം സംഭവങ്ങളുണ്ടായിട്ട് നമുക്കറിയാവുന്നതാണ്. പക്ഷെ 2025 അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. നല്ല രീതിയിൽ എല്ലാ ജനങ്ങളും നന്മയോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി പോകുന്നൊരു കാലഘട്ടം ഉണ്ടാകണമെന്നുള്ള വിശ്വാസവും എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. എല്ലായിടത്തും ഈ മതപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. മതത്തെക്കാളെല്ലാം വലുത് മനുഷ്യനാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പരിഹാരം കാണാൻ പറ്റും. രാഷ്ട്രീയത്തിലായാലും ഈ രാഷ്ട്രീയക്കാർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയം വളർത്താനായിട്ട് അവർ മറ്റ് മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയും അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. മറ്റ് മതത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് മതത്തേക്കാൾ വലുത് മനുഷ്യൻ തന്നെയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ഞാനിവിടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-20 വർഷത്തോളമായി ഇവിടെ നടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇതിലെ ഏറ്റവും സീനിയർ ആയിരിക്കാം ഞാനെന്ന് തോന്നുന്നത്. അന്ന് ഈ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അശ്വതി, എന്തായാലും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്കറിയാം 2024 നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായി. വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ളവരെ ഉണ്ടായ ഒരു വർഷം കൂടിയാണ്. എന്തായാലും വരും വർഷങ്ങളിൽ അങ്ങനെ ഒന്നും സംഭവിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കുറച്ച് പിള്ളേർ സെറ്റ് ഇരിപ്പുണ്ട്, കുറച്ച് ഫ്രീക്കന്മാരും ഫ്രീക്കത്തികളും ഇരിപ്പുണ്ട്. ക്യാമറ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ന്യൂ ഇയർ പ്ലാൻ? ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനാണോ? അല്ല, എനിക്ക് വേറെ പ്രോഗ്രാം പരിപാടി ഉണ്ട്. എന്നാലും 2025 എന്താണ് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ? എന്തായിരിക്കും 2025 എന്തായിരിക്കും മാറ്റണമെന്ന് തീരുമാനിച്ച ഒരു സ്വഭാവം? ഈ വർഷം 3 ചെയ്യാതിരിക്കുക.
അതാണ് എന്താണോ അങ്ങനെ plan ഒന്നുമില്ല. എന്താണ് കേട്ടില്ല? 6G പോകാനുള്ള പ്ലാനാണ് 3G കിടക്കാതെ. എന്തായാലും 2024 ഫ്രീക്കന്മാരെ സംബന്ധിച്ച് 3G നിന്നും 6G ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് അവരെന്തായാലും. അവരുടെ ആഗ്രഹമൊക്കെ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുക അശ്വതി. അങ്ങനെ അശ്വതിക്കും 2025 നല്ലൊരു നവമി, വർഷമാകട്ടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്ന് നവമിയോടും കൂടി ചോദിക്കട്ടെ. നവമി ഇപ്പൊ എല്ലാ തലമുറയിലുള്ളവരെയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അവരുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. നവമിയുടെ ആഘോഷം എങ്ങനെയാണ്? എല്ലാ വർഷത്തെയും പോലെ ഈ ന്യൂ ഇയറും വീട്ടിൽ കിടന്ന് ഉറങ്ങിയായിരിക്കും ഞാൻ ആഘോഷിക്കുക. രാത്രി അങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ എങ്ങും പോകുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇല്ല. വീട്ടിൽ കിടന്ന് ഉറങ്ങുക, രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് വരിക, എന്നത്തെയും പോലൊരു ദിവസം, അത്രേ ഉള്ളൂ. ശരി, അപ്പൊ എന്തായാലും അത് ഗംഭീരമായിട്ട് നടക്കട്ടെ. നല്ല ഉറക്കം കിട്ടട്ടെ നവമിക്ക്. ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി. ഞാൻ